തിരുവനന്തപുരം നഗരത്തിന്റെ പുരാതനമായ സാംസ്കാരിക പൈതൃകമുറങ്ങുന്ന കരമനയിൽ ശൈവശാക്തേയ ചൈതന്യങ്ങൾ ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യസന്നിധിയാണ് ശ്രീ സത്യവാഗീശ്വര ക്ഷേത്രം. ആടിമാസത്തിന്റെ പവിത്രതയിൽ ക്ഷേത്രത്തിലെ ആടിച്ചൊവ്വ മഹോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആടിമാസത്തിലെ ചൊവ്വാഴ്ചകൾ ശക്തിസ്വരൂപിണിയായ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിനങ്ങളാണ്. ദോഷനിവാരണത്തിനും മംഗലഭാഗ്യത്തിനും കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയുന്നതിനും ആടിച്ചൊവ്വാഴ്ചകളിൽ ഇവിടെ വ്രതമെടുത്തു പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ആടിച്ചൊവ്വ മഹോത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും വഴിപാടുകളുമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. കരമന ഗ്രാമ ബ്രാഹ്മണ സമുദായം വക ഗോമത്യംബ സമേത സത്യവാഗീശ്വര സ്വാമി ക്ഷേത്രം വളരെ പ്രാചീനവും പുരാതനവുമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ത്രേതായുഗ കാലത്ത് തന്നെ നിലവിൽ വന്നതായി കരുതപ്പെടുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് കരമന എന്നാണ്. കരമന എന്ന നാമധേയം ഉണ്ടായത് ഖരൻ എന്ന മഹാശിവഭക്തൻ, അദ്ദേഹം അസുരനായിരുന്നെങ്കിലും മഹാശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന എന്ന് പറഞ്ഞാൽ വീട്, അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം എന്നുള്ള ആ ചിന്തയിലാണ് ഇതിന് കരമന എന്ന നാമധേയം വന്നത് എന്നും ഖരമന എന്നത് ലോപിച്ച് കരമന ആയി എന്നും വിശ്വസിക്കപ്പെടുന്നു. അതാണ് ഒന്നാമത്തെ ഐതിഹ്യം. രണ്ടാമതായി, ഈ കരമനയാറ്റിൻ്റെ അക്കരയിലാണ്, അതായത് നിർമ്മൺകര ഭാഗത്താണ് ആദ്യകാലത്ത് ബ്രാഹ്മണ ജനങ്ങൾ വന്ന് വസിക്കുകയും, ബ്രാഹ്മണ ജനങ്ങൾ മലയാള ബ്രാഹ്മണ നമ്പൂതിരിമാർ വന്ന് വസിക്കുകയും പ്രളയവും വെള്ളപ്പൊക്കമൊക്കെ കാരണം അവർക്ക് അവിടെ താമസിക്കുവാൻ ബുദ്ധിമുട്ടായത് കാരണം അതിൽ കുറേ പേർ ഇങ്ങോട്ടേക്ക് ഇക്കരയിലേക്ക് താമസം മാറുകയും, അപ്പോൾ അവിടെ നിന്ന് ഇതിനെ ഇക്കരമന, നമ്പൂതിരിമാർ വീടുകളെ വിളിക്കുന്ന മന എന്നാണ്, ഇക്കരമന എന്ന നാമധേയം വരികയും ഇക്കരമന പിൽക്കാലത്ത് ലോപിച്ച് കരമനയായി എന്നും കരുതപ്പെടുന്നുണ്ട്. മൂന്നാമതായിട്ടുള്ള വിശ്വാസം ഹരൻ്റെ മന, ഹരൻ മന, ഹരൻ എന്ന് വെച്ചാൽ ശിവൻ, ശിവൻ്റെ വാസസ്ഥലം എന്നുള്ള ഒരു ചിന്തയിൽ കരമന എന്ന നാമധേയം വന്നു എന്നും കരുതപ്പെടുന്നുണ്ട്. അങ്ങനെ വളരെ ചിരപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഈ സത്യവാഗീസ്വാമി ക്ഷേത്രം. ആദ്യകാലത്ത് ഇവിടെ നമ്പൂതിരിമാരാണ് വസിച്ചു വന്നിരുന്നത്. പിൽക്കാലത്ത് മാർത്താണ്ഡ മഹാരാജാവിൻ്റെ അപേക്ഷ പ്രകാരം തമിഴ് ബ്രാഹ്മണർ ഇങ്ങോട്ടേക്ക് കുടിയേറുകയും അവർക്ക് ഈ ഗ്രാമത്തിൽ സ്ഥലം പതിച്ചു കൊടുക്കുകയും അങ്ങനെ ഇവിടെ കരമന ഗ്രാമത്തിൽ തമിഴ് ബ്രാഹ്മണർ വസിക്കുവാനിടയാകുകയും ഈ ക്ഷേത്രത്തിൻ്റെ ചുമതലയും തമിഴ് ബ്രാഹ്മണർക്ക് തന്നെ അന്ന് മുതൽ കൈവന്നു എന്നും കരുതപ്പെടുന്നു. ഇത് ഒരു കരമന ഗ്രാമ ബ്രാഹ്മണ സമുദായത്തിൻ്റെ വക ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ പൂജാതി കാര്യങ്ങൾ വളരെ ചിട്ടയായി പ്രാചീന കാലം മുതൽ തന്നെ ഉള്ള രീതിയിൽ ഇന്നും നടന്നു വരുന്നു. പ്രശസ്ത തന്ത്രി ന്യൂറോ സർജനായിരുന്ന ഡോക്ടർ സാംബശിവൻ അവർകൾ ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായി ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലം സേവനമനുഷ്ഠിച്ചിരുന്നു എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ്റെ കാലം മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും നമ്മൾ പാലിച്ചു പോരുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുവാൻ സന്തോഷിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ഉത്സവങ്ങളുണ്ട്. ഇതൊരു ശിവപരിവാര ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവൻ, സത്യവാഗീശ്വരൻ എന്ന നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. ശിവനോടൊപ്പം പാർവതി ഗോമത്യമ്പാൾ എന്നും ആവടയമ്പാൾ എന്നും നാമധേയത്തിൽ ഇവിടെ വണങ്ങി വരുന്നു. മഹാഗണപതി, സുബ്രഹ്മണ്യൻ, ധർമ്മശാസ്താവ്, നാഗശില്പങ്ങൾ, നന്ദികേശ്വരർ, ഹനുമാൻ എന്നിവരുടെ വിഗ്രഹങ്ങളും ഇവിടെ ഉപദേവതകളായി പൂജിച്ചു വരുന്നു. ഇവിടുത്തെ ഉത്സവങ്ങൾ, ഈ ദേവതകളെല്ലാം സംബന്ധിച്ചുള്ള എല്ലാ ഉത്സവങ്ങളും ഇവിടെ നടത്തി വരികയാണ്.
ഏറ്റവും പ്രധാന ഉത്സവം തൈപ്പൂയ മഹോത്സവമാണ്. തൈ മാസത്തെ പൂയം നക്ഷത്രം, അതായത് മകരമാസത്തെ പൂയം നക്ഷത്ര ദിവസത്തിൽ പുഷ്യസ്നാനത്തോടു കൂടിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കുന്നത്. ഈ ഉത്സവം 12 ദിവസം നീണ്ടു നിൽക്കുന്നതും മഹാരുദ്രത്തോടു കൂടി ഉത്സവം തലേ ദിവസം വസോദ്ധാര ഹോമം പൂർത്തിയാക്കി 12-ാം ദിവസം തൈപ്പൂയ മഹോത്സവം നടക്കുകയാണ്. തൈപ്പൂയ മഹോത്സവ ദിനത്തിൽ സ്വാമി കരമന നദിയിൽ, വനമാല നദി എന്നാണ് സംസ്കൃത നാമധേയം, അവിടെ നട്ടുച്ചയ്ക്ക് ആറാടി അവിടെ തന്നെ വിശ്രമിച്ച് വൈകുന്നേരം അവിടെ നിന്നും വീണ്ടും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി പൗർണമി പൂജ കഴിഞ്ഞ് രാത്രി 9 മണിയോടുകൂടി ഈ കരമന ഗ്രാമത്തിൻ്റെ 18 തെരുവുകളും വലം വെച്ച് അങ്ങനെ ഇവിടെ ക്ഷേത്രപ്രദക്ഷിണം അല്ലെങ്കിൽ ദിവ്യപ്രദക്ഷിണം നടന്നു വരികയാണ്. ഇത് വളരെ കാലമായി നടന്നു വരുന്നു. വളരെ ഗംഭീരമായി നടക്കുന്ന ഈ ഉത്സവത്തിൽ നാട്ടുകാരായ എല്ലാവരും അവർ പുറം ദേശങ്ങൾ താമസിക്കുന്നവരെ എത്തിച്ചേർന്ന് വർഷാവർഷം വളരെ ഗംഭീരമായി നടത്തി വരികയാണ്. മറ്റൊരു പ്രധാന ഉത്സവം നവരാത്രി മഹോത്സവമാണ്. ഈ നവരാത്രി മഹോത്സവ പ്രത്യേകത എന്തെന്നാൽ കുമാരകോവിലിൽ നിന്നും പത്മനാഭപുരത്തു നിന്നും ശിവശിംഗത്തു നിന്നും ദേവതകൾ കരമനയിലേക്ക് എഴുന്നള്ളുകയാണ്. അവരെ കരമനയിൽ വെച്ചാണ്, കരമന സത്യവായ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് സ്വീകരിക്കുന്നത്. ഇവിടെ സ്വീകരിച്ചതിന് ശേഷം സരസ്വതി അമ്മന് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് പൂജയുണ്ടായിരിക്കും. അതേപോലെ കുമാരസ്വാമിക്ക് അഭിഷേകവും മറ്റ് അലങ്കാരങ്ങളും ചെയ്ത് ഇവിടെ നിന്നാണ് വെള്ളിക്കുതിരയിലേക്ക് സ്വാമിയെ എഴുന്നള്ളിക്കുന്നത്. അതുവരെ പല്ലക്കിലാണ് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്നും കുമാരസ്വാമി വെള്ളിക്കുതിരയിലും സരസ്വതി അമ്മനെ ആനപ്പുറത്തും എഴുന്നള്ളിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ നവരാത്രി ഉത്സവത്തിന് ആരംഭം കുറിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു രീതി വളരെ വളരെ കാലങ്ങളായി പ്രാചീനകാലങ്ങളിൽ നടത്തി വരുന്നത് ഇന്നും തുടർന്നു വരുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. തുടർന്ന് ഗോമത്യമ്മ ലക്ഷാർച്ചനയോടുകൂടി 9 ദിവസം നവരാത്രി ഉത്സവം വളരെ സുഖമായി നടക്കുന്നു. മറ്റ് പല ഉത്സവങ്ങൾ നടത്താറുണ്ട്. അക്ഷയ തൃതീയ ദിവസം നമ്മൾ സമാരാധന കൊടുക്കാറുണ്ട്. തൈപ്പൂയത്തിനാണ് ഏറ്റവും വലിയ സമാരാധന. ഏതാണ്ട് 3000 ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 30 പറ വയ്ക്കുന്ന ഒരു സമാരാധന തൈപ്പൂയ ദിവസം നടക്കുന്നത്. അക്ഷയ തൃതീയ ദിവസം സമാരാധനയുണ്ട്. വൈക്കത്തഷ്ടമി, വൃശ്ചിക മാസത്തെ അഷ്ടമി ദിവസം ഉള്ള നടത്തുന്ന വൈക്കത്തഷ്ടമി, മഹാദേവാഷ്ടമി, കുംഭമാസത്തെ അഷ്ടമി, അതുപോലെ വിനായക ചതുർത്ഥി, സ്കന്ദഷഷ്ഠി മഹോത്സവം, മണ്ഡലപൂജ, ഇവയെല്ലാം വളരെ വിപുലമായി ക്ഷേത്രത്തിൽ നടത്തി വരുന്നു. ഭക്തജനങ്ങളുടെ വളരെയധികം ആദരവ് പിടിച്ചു പറ്റുകയും ഇവിടുത്തെ ക്ഷേത്ര നടത്തിപ്പിൽ അങ്ങേയറ്റം സന്തുഷ്ടരായി, ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ അങ്ങേയറ്റം ആകൃഷ്ടരായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ നടന്നു വരുന്നു. കൂടാതെ പ്രതിമാസം ഇവിടെ മഹാരുദ്രം, ഭക്തജനങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഹാരുദ്രം നടന്നു വരികയാണ്. അത് ഏതാണ്ട് ഇപ്പോൾ 28 കൊല്ലമായി നടന്നു വരുന്നു. 1994 ആരംഭിച്ചതാണ്. അത് മുടങ്ങാതെ കോവിഡ് കാലത്ത് നമുക്ക് അത് നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും മുൻ വർഷങ്ങൾ തൊട്ട് അത് ഈ വർഷവും വീണ്ടും പുനരാരംഭിച്ച് സുഖമായി നടന്നു വരികയാണ് എന്നൊരു കാര്യവും ഞാൻ പ്രത്യേകം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഈ ക്ഷേത്രം വളരെ സമ്പുഷ്ടമായും സമൃദ്ധിയോടുകൂടിയും ഞങ്ങൾ നടത്തി വരുന്നു. ഏതാണ്ട് 700ഓളം വീടുകൾ ഈ അഗ്രഹാരത്തിലുണ്ട്. അഗ്രഹാരം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണർ താമസിക്കുന്ന സ്ഥലമാണെന്നറിയാം. അഗ്രഹാരം എന്ന് പറയുന്നത് തന്നെ ഹരിയെയും പൂജിക്കുന്ന ഒരു സ്ഥലത്താണ് അഗ്രഹാരം. ഒരു അഗ്രഹത്തിൽ ഹരിയും ഒരു അഗ്രഹത്തിൽ ഹരനും ഉണ്ടാകും. അങ്ങനെയാണ് അഗ്രഹാരം എന്ന നാമധേയം വരുന്നത്. അങ്ങനെ അഗ്രഹാരത്തിൽ 700 വീടുകളും ഏതാണ്ട് 3000-ൽ പരം ഗ്രാമജനങ്ങളും ഇവിടെ വസിച്ചു വരുന്നു. അവരുടെ എല്ലാം പരിപോഷണം കൊണ്ട് ഈ ക്ഷേത്രം വളരെ ഭംഗിയായി നടത്തി വരുവാനായിട്ട് ഈ ഗ്രാമജനങ്ങളെ 3 വർഷത്തിലൊരിക്കൽ ഒരു പ്രതിനിധി സഭയെ തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് ഒരു നിർവഹണ സമിതി തിരഞ്ഞെടുക്കുകയും കൂടാതെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്ത് സുഖമായി നടത്തിയത്. നന്ദി, നമസ്കാരം.
മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാക്കാനും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയാനും ആടിച്ചൊവ്വാഴ്ചകളിൽ നിങ്ങളും വ്രതശുദ്ധിയോടെ കരമന ശ്രീ സത്യവാഗീശ്വര സന്നിധിയിലേക്കെത്തൂ. ശ്രീ സത്യവാഗീശ്വര ഭഗവാനും ദേവിക്കും ഞങ്ങളുടെ അനന്തകോടി പ്രണാമങ്ങൾ.